എ+ വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Super Absorbent Poppy's Diapers. ശോഭിക വെഡിങ്സ് കോഴിക്കോട്, കാഞ്ഞങ്ങാട്, കൊയിലാണ്ടി, കുറ്റിയാടി, നിലമ്പൂർ. പരിചരണത്തിന്റെ 10 വർഷങ്ങൾ. ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, മെയിൻ റോഡ്, എടക്കര. ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം, പാലേമാട്, എടക്കര. നിലമ്പൂരിൽ തെരുവുനായയുടെ ആക്രമണം 3 പേർക്ക് പരിക്ക് പറ്റി. ഇവർ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി. നിലമ്പൂരിൽ തെരുവുനായയുടെ ആക്രമണത്തിൽ 3 പേർക്ക് പരിക്ക്. വൈകുന്നേരം 6 മണിയോടെയാണ് 3 സ്ഥലങ്ങളിൽ വെച്ച് ഇവർക്ക് കടിയേറ്റത്. നിലമ്പൂർ നെടുമുണ്ടക്കുന്ന് സ്വദേശി കാഞ്ഞിർകണ്ടൻ ഫാഹിമ ജോലി സ്ഥലത്ത് നിന്ന് വീട്ടിലേക്ക് വരുമ്പോൾ മിനർവപ്പടിയിലെ വീടിന് സമീപത്തെ റോഡിൽ നിന്നാണ് കടിയേറ്റത്. ഇതേ നായയാണ് ജോലി കഴിഞ്ഞു വരികയായിരുന്ന 64-കാരി മിനർവപ്പടിയിലെ മാടമ്പി പാത്തുമ്മയെ കടിച്ചത്. റോഡിൽ വെച്ചാണ് ഇരുവർക്കും കാലിന് കടിയേറ്റത്. പട്ടരാക്ക സ്വദേശി പുളിക്കൽ നജ ഫാത്തിമ എന്ന 6 വയസ്സുകാരിക്ക് കൈക്കാണ് പരിക്ക്. കുട്ടി നിലമ്പൂർ PVC സ്കൂൾ സമീപത്ത് വെച്ച് മാതാവിനൊപ്പം പോകുമ്പോൾ നായ പിന്നാലെ വന്ന് ആക്രമിക്കുകയായിരുന്നു. 3 പേരും നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി. മേഖലയിൽ അടുത്തിടെ തെരുവുനായ ശല്യം രൂക്ഷമാണെന്ന് നാട്ടുകാർ പറഞ്ഞു. ജോലി കഴിഞ്ഞ് ഞാൻ വരുന്ന സമയത്ത് ഒരു 6 മണിയായി കാണും. അപ്പോഴാണ് പട്ടി എന്നെ കടിച്ചത്. മിനർവ് പഠിക്കുന്നു കാലിന് കടിച്ചു. അത് ഞാൻ തട്ടി മാറ്റിയതാണ്. ഇങ്ങനെ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞാണ്ട് ഞാൻ വരികയായിരുന്നു. ഞാൻ വന്നപ്പോഴാണ് എന്റെ കാലിന്റെ ഇവിടെ എന്തോന്ന് കടിക്കുന്നത് കണ്ട്. അപ്പൊ നോക്കുമ്പോ ഒരു പട്ടിയാണ്. അപ്പൊ ആ പട്ടിനെ ഞാൻ എന്ത് ചെയ്തു, എടുത്ത് മാറ്റിയതാണ്. അതിൽ നേരെ എന്റെ കയ്യുമേ ഒന്നാണ്ടാണ് കടിച്ചിട്ടുള്ളത്. ഇതിപ്പോ അവിടെ സ്ഥിരമാണ്. ഇപ്പൊ ഇന്നലെ ഇതേപോലെ തന്നെ സെയിം അതേ സ്ഥലത്ത് നിന്ന് തന്നെ എന്തായിട്ടുണ്ട്, ഒരു സ്ത്രീനെ നായി കടിച്ചിട്ടുണ്ട്. അത് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണ് ഇപ്പം നമ്മുടെ ആ ഭാഗത്ത്. ചന്തക്കുന്ന്, നെടുമുണ്ടക്കുന്ന് ആ ഭാഗത്താണ്. കാരണം നമ്മളിപ്പോ നമ്മുടെ വീട്ടിലാണെങ്കിലും കുട്ടികളും എല്ലാവരും ഉണ്ട്. അവരൊക്കെ കളിക്കാനും ഇതിനൊക്കെ പുറത്തിറങ്ങുന്നതാണ്. ഇതെന്താന്ന് വെച്ചാല് എങ്ങനെയൊന്നുമില്ല, അങ്ങ് വന്നാണ്ട് നേരെ കടിക്കുക ചെയ്യുന്നത്. വേറെ ഇതൊന്നുമല്ല. അപ്പം എന്താ വെച്ചാല് നമുക്ക് കുട്ടികൾക്ക് പോലും എന്താണ് പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണ് ഇപ്പൊ ഉള്ളത്. അപ്പൊ ഇതിനെന്തായാലും എത്രയും പെട്ടെന്നൊരു ഇത് നിങ്ങൾ കണ്ടേ പറ്റുള്ളൂ. എ+ വിഷൻ നിലമ്പൂർ. ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ 10ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി പുതിയ സേവനങ്ങൾ ജനങ്ങൾക്ക് സമർപ്പിക്കുന്നു. എടക്കരയിൽ ആദ്യമായി ലേബർ സ്യൂട്ടോട് കൂടിയ ഡെലിവറി കോംപ്ലക്സ്, അന്താരാഷ്ട്ര നിലവാരത്തിൽ സജ്ജീകരിച്ച ലെവൽ 3 NICU, അഡ്മിറ്റ് രോഗികൾക്കായി പ്രീമിയം ഡീലക്സ് റൂമുകളോട് കൂടിയ ന്യൂ ബ്ലോക്ക്, 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന എമർജൻസി ട്രോമ കെയർ യൂണിറ്റ്, സർജറികൾക്കായി ആധുനിക സംവിധാനങ്ങളോട് കൂടിയ ഓപ്പറേഷൻ തിയേറ്റർ, കീ ഹോൾ സർജറി യൂണിറ്റ്, മുഴുവൻ സമയം സ്കാനിംഗ് യൂണിറ്റ്, എക്സ്റേ, ലാബ്, ഫിസിയോതെറാപ്പി സേവനങ്ങൾ തുടരുന്നു. പരിചരണത്തിന്റെ 10 വർഷങ്ങൾ. ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, മെയിൻ റോഡ്, എടക്കര.